ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. രാഷ്ട്രീയ കേരളത്തിൽ നാം കാണുന്നത് അധികാര സ്ഥാനത്തിലേക്ക് ഉള്ള പ്രിയങ്ക ഗാന്ധിയുടെ രംഗപ്രവേശത്തിന് വേണ്ടിയുള്ള ജനവിധിയാണ്. പ്രിയങ്ക ഗാന്ധിയെ ഓർക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ അഭിമാനമായിരുന്ന ആദ്യ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെയും അതുപോലെ തന്നെ ഏവർക്കും പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധിയുടെയും അവരുടെ പിതാവ് ശ്രീ രാജീവ് ഗാന്ധിയുടെയും മുഖങ്ങളാണ്. ഇങ്ങനെ ഒരു സമ്പന്നമായ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ശ്രീമതി പ്രിയങ്ക വധേര ഗാന്ധി അവരുടെ ഒരു രാഷ്ട്രീയ അധികാര പ്രവേശനത്തിനായിട്ടുള്ള ഒരു ജനവിധി തേടുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ളത് ആണ് എന്നുള്ളത് നമ്മൾ കേരളീയർക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ അടിമത്തം അനുഭവിച്ചിരുന്ന ഇന്ത്യൻ ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് മഹാത്മാഗാന്ധിയോടൊപ്പം ചാച്ചാജി ആയിരുന്നുവല്ലോ. അങ്ങനെയുള്ള ഇന്ത്യക്ക് പഞ്ചവത്സര പദ്ധതികളിലൂടെയും ചേരിചേര നയത്തിലൂടെയുമൊക്കെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ കഴിഞ്ഞത് ചാച്ചാജിയുടെ ദീർഘവീക്ഷണം തന്നെയായിരുന്നു. പിന്നീട് വന്ന ഇന്ദിരാഗാന്ധിയും രാജ്യത്തിന് വേണ്ട സംഭാവനകൾ നൽകി. അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയും പുതുതലമുറയ്ക്ക് ആവശ്യമായ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക്, കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതും ഇവിടെ സ്മരണീയമാണ്. അങ്ങനെയുള്ള പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന പ്രിയങ്ക ഗാന്ധി മെമ്പർ ഓഫ് പാർലമെൻ്റ് ആകുമ്പോൾ നമുക്ക് വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കരുതൽ ആവശ്യമായ ഒരു ജനതയാണുള്ളത്. അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളും ആ വയനാടിന് വേണ്ട അഭിവൃദ്ധിയുമെല്ലാം പ്രിയങ്ക ഗാന്ധിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെ വിചാരിക്കണം. ഇങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഇതിനൊക്കെ സമയം അനുകൂലമാണോ എന്ന് അവരുടെ ഗ്രഹസ്ഥിതി വെച്ച് ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ജനന ഗ്രഹനില അവരെ ഇപ്പോഴത്തെ രാഷ്ട്രീയ രംഗത്ത് എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവർ 1972 ജനുവരി 12 5:05 PM ഡൽഹിയിൽ ജനിച്ചു. ഇവരുടെ ലഗ്നം മിഥുന ലഗ്നമാണ്. ലഗ്നാധിപനായ ബുധൻ 7-ൽ നിന്നുകൊണ്ട് ലഗ്നത്തെ ദൃഷ്ടി ചെയ്യുന്നു. ഈ ബുധൻ നിപുണയോഗപ്രദനാണ്. വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ആദിത്യനോട് യോഗം ചെയ്തു നിൽക്കുന്നു. കൂടാതെ ഹംസയോഗപ്രദനായ വ്യാഴത്തിനോടും യോഗമുണ്ട്. വ്യാഴം സ്വക്ഷേത്രത്തിൽ ധനുവിലാണ് 7-ൽ നിൽക്കുന്നത്. പിന്നെ ചന്ദ്രനെ സംബന്ധിച്ച് ചന്ദ്രൻ വൃശ്ചിക രാശിയിൽ അനിഴം നക്ഷത്രജാതയായ ഇവർ ചന്ദ്രൻ നീചത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ഈ ചന്ദ്രൻ അവർക്ക് നീചഭംഗ രാജയോഗം എന്ന ഒരു യോഗം ഉണ്ടാക്കി കൊടുക്കുന്നു. എന്തെന്നാൽ ഇത് ചന്ദ്രലഗ്നാധിപൻ ലഗ്നകേന്ദ്രത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രരാശിയിൽ ഉച്ചസ്ഥനായ വ്യാഴവും ഹംസയോഗപ്രദനായിട്ട് ലഗ്നകേന്ദ്രത്തിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചന്ദ്രനെ കൊണ്ടും നീചഭംഗ രാജയോഗം ഉണ്ടാവുന്നതായിട്ട് കാണാം. ഇനി അവരുടെ കർമ്മസ്ഥാനം നോക്കുകയാണെങ്കിൽ 10-ൽ കുജൻ ആണ് നിൽക്കുന്നത്. 11-ാം ഭാവാധിപനായ കുജൻ 10-ൽ നിൽക്കുന്നു. ഈ കുജന് ലഗ്നത്തിലോട്ട് ദൃഷ്ടി ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കുജൻ അംശിച്ചിരിക്കുന്നത് ആദിത്യനോടുകൂടി നിവൃത്തി സ്ഥാനത്താണ്. ആദിത്യനെ കൊണ്ട് സർക്കാർ തലത്തിലുള്ള ഒരു ഉദ്യോഗമാണല്ലോ ചിന്തിക്കേണ്ടത്. ഇവിടെ ആദിത്യൻ കർമാധിപനുമായിട്ട് യോഗം ചെയ്ത് കർമാധിപൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അതുപോലെ തന്നെ അംശകത്തിലാണെങ്കിലും 10-ൽ നിൽക്കുന്ന കർമ്മത്തിൽ നിൽക്കുന്ന കുജനുമായിട്ട് യോഗം ചെയ്ത് അംശിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല അധികാരപ്രാപ്തി സർക്കാർ തലത്തിൽ തന്നെ ദർശിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കുവാൻ കഴിയുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അവരുടെ ഇപ്പോഴത്തെ ദശാകാലം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ആദിത്യ ദശയാണ് നടക്കുന്നത്. ഈ ആദിത്യ ദശയിൽ അവർക്ക് രാഷ്ട്രീയ രംഗത്ത് ശോഭിക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്. എന്തെന്നാൽ ഇപ്പോൾ നടക്കുന്ന ദശാനാഥനായ ആദിത്യൻ 7-ൽ കർമാധിപനോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്നു. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന കുജനാകട്ടെ ഈ ആദിത്യൻ്റെ വർഗോത്തമം ചെയ്ത് നിൽക്കുന്ന ആദിത്യനോടുകൂടി അംശകം ചെയ്തിട്ടുമുണ്ട്. ഇതെല്ലാം അവർക്കൊരു രാഷ്ട്രീയ രംഗപ്രവേശനത്തിന് ഏറ്റവും പറ്റിയൊരു കാലഘട്ടമായിട്ട് തന്നെ കാണണം. ഇതിലവർക്ക് വിജയസാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കാം.
എന്തെന്ന് വെച്ചാൽ ഈ ആദിത്യ ദശയിൽ അവർ എന്തൊക്കെയോ അധികാരപ്രാപ്തി അവർക്ക് വരും എന്നുള്ളത് തന്നെയാണ്. ഒരു മെമ്പർ ഓഫ് പാർലമെൻ്റ് ആവാൻ ഏറ്റവും യോജിച്ച സമയം തന്നെയാണ് അവർക്ക്. ഇതിനു മുമ്പ് അവർ ഈ ശുക്രദശയിൽ 2019 രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. 2020 അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലുമൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും അവർക്കൊരു സ്ഥാനമൊന്നും അന്ന് കിട്ടിയിരുന്നില്ലെന്ന് വേണം കരുതാൻ. എന്തെന്ന് വെച്ചാൽ ഈ ശുക്രൻ്റെ ഒരു ദൈന്യ പരിവർത്തനം, ശനിയുടെ രാശിയിൽ നിന്നുകൊണ്ട് ഒരു ദൈന്യ പരിവർത്തന യോഗം അവിടെ ചെയ്തിരിക്കുന്നു. ശുക്രൻ്റെ രാശിയിൽ ശനിയും, അതായത് 12ാം ഭാവാധിപനായ ശുക്രനും അപ്പോൾ ശുക്രൻ്റെ 9ാം ഭാവാധിപനായ ശനിയും തമ്മിലൊരു ദൈന്യ പരിവർത്തനമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർക്ക് അന്ന് ഒരു സർക്കാർ തലത്തിൽ ഒരധികാര സ്ഥാനം ആവാൻ സാധ്യതയില്ലെങ്കിലും അതിൽ 9ൽ നിൽക്കുന്ന ശുക്രൻ ആയതുകൊണ്ടും ഭാഗ്യാധിപനും 9ാം ഭാവാധിപനുമായ ശനി ഭാഗ്യത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ടും അതിനാൽ തന്നെ ശുക്രന് ഭാഗ്യാധിപൻ്റെ ദൃഷ്ടി കിട്ടുന്നത് കൊണ്ടും അവർക്കതിൽ ഒരു വ്യക്തിത്വവും ഒരു തിളങ്ങാനുമൊക്കെ സാധിച്ചു രാഷ്ട്രീയത്തിൽ എന്ന് വേണം കരുതാൻ. ഇനി വരുന്ന ആദിത്യദശയാണ് അവർക്ക് ശോഭിക്കുവാൻ പറ്റിയ ഒരു ദശയായിട്ട് തന്നെ കാണേണ്ടത്. ദശാനാഥൻ ആദിത്യൻ കർമാധിപനുമായിട്ട് അംശത്തിൽ യോഗം ചെയ്തിട്ടുമുണ്ട്. ആദിത്യന് ശുഭബന്ധങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആദിത്യദശയിലെ ചന്ദ്രൻ്റെ അപഹാരകാലമാണിപ്പോൾ ഇവിടെ. നീചഭംഗ രാജയോഗം ചെയ്യുന്ന ചന്ദ്രൻ്റെ അപഹാരകാലവും ഇവർക്ക് അധികാരപ്രാപ്തി തന്നെ ഉണ്ടാക്കി കൊടുക്കും. മെമ്പർ ഓഫ് പാർലമെൻറ്റായിട്ട് ഇവർക്ക് ശോഭിക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നത്, 3ാം ഭാവാധിപനാണ് ഇവിടെ ആദിത്യൻ. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ സഹോദര സ്ഥാനം നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ 7ാം ഭാവം കൊണ്ട് വിവാഹമദന കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നഷ്ടാർത്ഥ കാര്യങ്ങളും ചിന്തിക്കാം. സഹോദരന് നഷ്ടപ്പെട്ട ആ ഒരു സ്ഥാനപ്രാപ്തി അവർക്കിപ്പോൾ ഉണ്ടാകുമെന്ന് വേണം. ഈ ആദിത്യ ദശാകാലത്ത് അവർക്കത് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാം. അതുപോലെ അതായത് 4ാം ഭാവാധിപനായ ബുധനും ഈ നിവൃത്തി സ്ഥാനത്ത് അവർക്ക് യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. അവർ സഹോദരൻ്റെയും അതുപോലെ തന്നെ സ്വന്തം മാതാവായ സോണിയാഗാന്ധിയുടെ മണ്ഡലങ്ങളിൽ അവർ പ്രശംസനീയമായ പല പ്രവർത്തനങ്ങളും തിരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയുമൊക്കെ അവർ നടത്തിയതായിട്ട് അറിയാം. അപ്പോൾ അതെല്ലാം ഇവർക്ക് ഈ ഗ്രഹനിലയിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് താനും. അവരൊരു മെമ്പർ ഓഫ് പാർലമെൻറ്റായിട്ടും ഒക്കെ അവർക്ക് ശോഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവർക്കൊരു നല്ല സ്ഥാനം തന്നെ തുടർന്നുള്ള ദശാകാലം ആദിത്യദശ 2030 വരെയുണ്ട്. അതിനുശേഷം വരുന്ന 10 വർഷക്കാലം 2040 വരെയും അവർക്ക് ഈ ചന്ദ്രദശ, പിന്നെയുള്ള ചൊവ്വ, അപ്പോൾ കർമ്മത്തിൽ നിൽക്കുന്ന ചൊവ്വ 2047 വരെയും, കുജദശയ്ക്ക് തുടർന്ന് വരുന്ന വ്യാഴദശയും അവർക്ക് അനുകൂലമായി തന്നെ വരും. എന്തെന്ന് വെച്ചാൽ അത് കർമാധിപൻ്റെ ദശയാണ്. അതുപോലെ തന്നെ അത് ഹംസയോഗപ്രദമായിട്ട് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴവുമാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങൾ, തുടർന്നുള്ള ദശാകാലങ്ങളും എല്ലാം അവർക്ക് സജീവ രാഷ്ട്രീയത്തിൻ്റെ നാളുകളാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് നല്ല അധികാരം കിട്ടാനുള്ള യോഗവുമുണ്ട്. നിജഭംഗ രാജയോഗമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊരു നല്ല ഒരു പദവിയൊക്കെ തന്നെ ഇനിയും തുടർന്ന് കിട്ടിയേക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു മന്ത്രി പദവിയൊക്കെ വരെ നമുക്ക് ഈ ഒരു ഗ്രഹനിലയിൽ ദർശിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർക്ക് ഈശ്വര അധീനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. നന്ദി, നമസ്കാരം.